ഗായ്സ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു കൊച്ചിയിൽ. നാട്ടിലൊന്നും വലിയ മഴയില്ലായിരുന്നു എന്നാണ് പറഞ്ഞു. ഇവിടെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ സമയം ഒരു 8:30 അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ ഹോട്ടലിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ. ഇന്ന് ഫോർട്ട് കൊച്ചി പോകാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പം ഇനി നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയതിന് ശേഷം ആദ്യം കാണാൻ വേണ്ടി പോയത് ഈ ഒരു ചേർച്ചാട്ടോ. ഇത് വരുന്നത് സാന്താക്രൂസ് ബസീലിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ചേർച്ചാണ്. ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ചേർച്ചാണ്. നമ്മളെ പോർച്ചുഗീസുകാർ നിർമ്മിച്ചൊരു ചേർച്ചാണ് കേട്ടോ ഇത്. ഈ ഒരു ചേർച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള റോമൻ കത്തോലിക്കിൻ്റെ ചേർച്ചാണ്. നമ്മുടെ കേരളത്തിൽ 9 ബസീലിക്കകളുണ്ടെന്നാണ്. അതിൽ ഒന്നാട്ടോ ഇത്. ഈ ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അവിടെ ഒരുപാട് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ചേർച്ചിൽ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുള്ളാണ് ആ ചേർച്ച് എന്ന്. ചേർച്ചിൽ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കൊച്ചി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഫോട്ടോ സ്പോട്ടിനൊക്കെ പറ്റിയ കുറേ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്തത് പോയത് ഇവിടേക്കാണ്. ഈ ഒരു വീട് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് എവിടെയാണെന്ന്. ഇത് ബിഗ് ബി മൂവിയിൽ മമ്മൂക്ക താമസിച്ചിരുന്ന വീടാട്ടോ. ബിഗ്ലാലിക്കേൻ്റെ വീടായിരുന്നു ഇത്. അതേപോലെ തന്നെ വാസ്കോ ഡി ഗാമ കൊച്ചിയിൽ വന്ന സമയത്ത് താമസിച്ചിരുന്ന വീടും കൂടിയാട്ടോ ഇത്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഫോർട്ട് കൊച്ചി തന്നെയുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലേക്കാണ് അടുത്തത് പോയത്. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂറോപ്യൻ ചർച്ചാണ്. അതേപോലെ തന്നെ വാസ്കോ ഡി ഗാമേനെ ആദ്യം അടക്കം ചെയ്തിരുന്നത് ഈ ഒരു പള്ളിയിൽ വെച്ചിട്ടാട്ടോ. പിന്നീട് അവരവരെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അടുത്തത് പോയത് നമ്മളെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാട്ടോ. ബീച്ചിലെത്തിയപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അധികം വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. അവിടെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള പീടികയിൽ നിന്ന് കടല മേടിച്ചിട്ട് നമുക്ക് പ്രാവുകൾക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് അബിക്ക് പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവന് കടലേൻ്റെ പാക്കൊക്കെ മേടിച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. എനിക്കിതൊരു കുറച്ച് പേടിയായതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പ്രാവിനെ പോലും പേടിയാണോ എന്ന്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് അബി നല്ല ലാവിഷായിട്ട് അവർക്ക് ഫുഡ് കൊടുത്തു കേട്ടോ. അവർക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലൂടെയൊക്കെ ഒന്ന് നടന്നു. ഒരു നല്ല നീറ്റായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. പക്ഷെ നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പോയ സമയം അത്ര കറക്റ്റായില്ല. വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്തത് പോകണമെന്ന് വിചാരിക്കുന്നത് ഇന്ത്യൻ നേവൽ മ്യൂസിയം കാണാനാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു എൻട്രി ഫീ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൊഫഷണൽ ക്യാമറയ്ക്കൊക്കെ അവിടെ ചാർജസ് ഉണ്ട് കേട്ടോ. നമ്മൾ നോർമൽ മൊബൈൽ ഫോണിന് ചാർജ് ഇല്ല. പ്രൊഫഷണൽ ക്യാമറയ്ക്കൊക്കെ അവിടെ ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടോ. അവിടെ കുറേ മിസൈൽ, പിന്നെ ഒറിജിനൽ ഹെലികോപ്റ്റർ, റോക്കറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലം കേട്ടോ. അവിടുത്തെ ഹിസ്റ്ററി ഫുൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നിനും അവർ എക്സ്പ്ലനേഷൻ വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പണ്ടുണ്ടായ കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവരവിടെ ഒരു പിക്ചർ സഹിതം അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം വാസ്കോ ഡി ഗാമേൻ്റെയും കുഞ്ഞാലിമരിക്കാറിൻ്റെ ഒക്കെ ഒരു ഡമ്മി പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ അവർ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇതിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ അത് വായിച്ച് ഓരോ പിക്ചറിലും ഉണ്ട് കേട്ടോ. ആ സ്റ്റോറിയൊക്കെ അതിൽ ഒരു പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അടുത്തത് ഞങ്ങൾ പോയത് മട്ടാഞ്ചേരി പാലസിലേക്കാട്ടോ, അല്ലെങ്കിൽ ഡച്ച് പാലസ്. ഇവിടെ കാണാനാണ്. ഇതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 5 രൂപയേ ഉള്ളൂ. പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും അലൗഡഡ് അല്ല, അതുകൊണ്ട് ഉള്ളിലെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു പാലസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദു ടെമ്പിളിലൊക്കെ കാണപ്പെടുന്ന ചില ചിത്രപ്പണികൾ ഈ ഒരു പാലസിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പോർച്ചുഗീസുകാരാട്ടോ ഈ ഒരു കൊട്ടാരം ഉണ്ടാക്കിയത്. പിന്നീട് അവർ ആ സമയത്ത് കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് ഇതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുമായിരുന്നു. പാലസൊക്കെ കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ അടുത്തത് പോയത് ഒരു പെർഫ്യൂം ഫാക്ടറിയിലേക്കാണ്. ഈ ഒരു പെർഫ്യൂം ഫാക്ടറീൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേൾഡ് ബിഗ്ഗസ്റ്റ് ഹാൻഡ് മെയ്ഡ് ഇൻസെൻസ് സ്റ്റിക്ക് ഉണ്ട്. ആ ഒരു സ്റ്റിക്കിൻ്റെ വെയിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 412 kg ആണ്. അതേപോലെ തന്നെ ലെങ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 69 feet ആണ്. ഇത് 12 പേര് നിന്നിട്ട് 2 മാസം കൊണ്ടാട്ടോ ഈ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റിക്ക് 1 മാസത്തിൽ കൂടുതൽ കത്തുന്നാണ് പറയുന്നത്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ പെർഫ്യൂം മേക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തരും. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കേട്ടോ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ബ്രാൻഡഡ് പെർഫ്യൂംസ് അതേ ക്വാളിറ്റിയിൽ അവരിവിടെ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ എല്ലാ പെർഫ്യൂംസും നോൺ ആൽക്കഹോളിക് ആണ് കേട്ടോ ഇവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്റ്റിക്കും അതേപോലെ തന്നെ ഒരു പെർഫ്യൂമും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കിന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഒരു ½ അവറെങ്കിലും അത് കത്തുന്നുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അവർ എങ്ങനെ പെർഫ്യൂം മേക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. ആ ഒരു സമയത്താട്ടോ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. അവിടെ ചുമ്മാ ഒന്ന് നിലത്തൊന്ന് നനഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോഴാട്ടോ നമ്മൾ ഈ പെർഫ്യൂമെന്നൊക്കെ സ്പ്രേ ചെയ്യുന്ന പോലെ അവിടുന്ന് വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അബീനെ വിളിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു പെർഫ്യൂം എടുത്തിട്ടുണ്ടായിരുന്നു. ആ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രസ്സിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് വാഷ് ചെയ്യുന്നത് വരെ ആ ഒരു സ്മെല്ല് ഡ്രസ്സിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പെർഫ്യൂമൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻറ്റിക് ഷോപ്പിലാട്ടോ ഈ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത്. ഇതിൻ്റെ ക്യൂരിയോസിറ്റി കാരണം പോയി നോക്കിയപ്പോൾ ഇത് വേൾഡ് ലാർജസ്റ്റ് ഉരുളിയാണ്. 2012 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ വന്നിട്ടുണ്ട്. 3184 kg ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 13 months ആട്ടോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ജൂയി സ്ട്രീറ്റിലേക്ക് എത്തി. ഇത് ഒരുപാട് കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ് കൊച്ചിയിൽ. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരിക്കും എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടിയാട്ടോ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഈ ഒരു സ്ട്രീറ്റ്. എന്താണെന്നറിയില്ല, ഇവിടുത്തെ ഓരോ ആൻറ്റിക് കളക്ഷൻസൊക്കെ കാണുമ്പോൾ നമുക്കത് മേടിക്കാൻ തോന്നുമെങ്കിൽ കൂടി കുറച്ച് എക്സ്പെൻസീവും കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് ആൻറ്റിക് കളക്ഷൻസിനൊക്കെ നല്ല എക്സ്പെൻസീവാണ്. ഇവിടെ ഒരു വിൻറ്റേജ് ലുക്കാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എൻഡിലൊരു സിനഗോഗും കൂടി ഉണ്ട്. അങ്ങനെ അവിടെ എല്ലാം കയറി അതെല്ലാം കണ്ടു. ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഫോട്ടോസൊക്കെ. അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കാം. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ രാവിലെ വന്നതാണ്. ഇപ്പോൾ സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് ഒരു വാട്ടർ മെട്രോ ഉണ്ട്, അപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു 40 rupees എങ്ങാണ്ടോ ആണ് ഒരാൾക്ക്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് വാട്ടർ മെട്രോൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. നമുക്കിതൊരു ബോട്ടിൽ പോകാമെന്ന് പോലും തോന്നത്തില്ലായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ ഒരു 30 minutes ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ നമുക്ക്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു.
ഫോർട്ട് കൊച്ചിയൊക്കെ കറങ്ങി വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വിശന്നു കേട്ടോ. ഇപ്പം തന്നെ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പനമ്പള്ളി നഗറിലുള്ള ദി സോൾട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഈ ഒരു സാമ്ര എന്തോ ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത് ആ ഒരു റൈസും സ്റ്റേക്കും ആട്ടോ, മഷ്റൂം സോസും ഉണ്ടായിരുന്നു. ഇതിൽ റൈസ് വരുന്ന സെസമി റൈസ് ആട്ടോ. അതേപോലെ ഞങ്ങൾ ഫിഷും ബീഫും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അതിന് കൂടെ മഷ്റൂം സോസും കൂടി വരുമ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് പോയ യു സ്റ്റേയിലേക്കാണ്. നമ്മളെ കാലിക്കറ്റൊന്നും അതില്ല, അപ്പോൾ ഞാൻ കൊച്ചി പോയപ്പോൾ അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ യു സ്റ്റേ പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത്ര ഓക്കെ ആയിട്ട് തോന്നിയ ഡ്രസ്സൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. കുറച്ച് നല്ല ഷോർട്ട് ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്കിവിടെ സുഡിയോയിലൊക്കെ കിട്ടുന്ന അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ജെൻസിൻ്റെ സെക്ഷനിലും അബിക്ക് ഓക്കെ ആയിട്ട് തോന്നിയതൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് കൊച്ചിയിലൂടെ ഒന്ന് നടന്നാലോ എന്ന് വിചാരിച്ചു. കാരണം നാളെ മോർണിംഗ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഒരു പണിയും ഇല്ലാണ്ട് ഞങ്ങൾ കൊച്ചി ടൗണിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ. എവിടെയാണ് പോകണമെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ നടക്കുകയാണ്. ഇവിടെ നല്ല ബ്ലോക്കാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ യു സ്റ്റേയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുക. എങ്ങോട്ടാണ് അടുത്തതെന്ന് അറിയില്ല. ലഞ്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഡിന്നറൊന്നും കാര്യമായിട്ട് കഴിച്ചില്ല. ഈ ഒരു ഐസ്ക്രീമിൽ ഒതുക്കി കേട്ടോ. കോൾഡ് സ്റ്റോൺ ക്രീമറി പോയിട്ട് ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീമോ അതേപോലെ അബി സ്ട്രോബെറിയും ബ്ലൂബെറിയൊക്കെ വരുന്ന ഒരു ഫ്ലേവറിൽ ഐസ്ക്രീമാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീമൊക്കെ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതേപോലെ തന്നെ നടന്ന് ഞങ്ങൾ റൂമിലേക്കാട്ടോ പോയത്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഈ 2 ഡേയ്സ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വന്ദേ ഭാരതിലാട്ടോ പോകുന്നത്. 8:30-ക്കാണ്. ഇവിടെ ഇപ്പോൾ ട്രാഫിക് കാരണം നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വരും. അപ്പം ഞങ്ങൾ യൂബറൊക്കെ ബുക്ക് ചെയ്തിട്ട് നിൽക്കുക. അപ്പോൾ ഈ 2 ദിവസം ഞങ്ങൾ ഇവിടെ കൊച്ചിയിൽ അടിച്ച് പൊളിച്ച്. അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.